താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. നേരത്തെ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്ന 10ാം ക്ലാസ്സുകാരനെയാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളല്ലാത്തവർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പിതാവിന്റെ ആരോപണത്തിലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, പ്രധാനപ്പെട്ട വാർത്തയാണ്. ഷഹബാസ് വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. വിദ്യാർത്ഥി തന്നെയായിരിക്കണം അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേർക്ക് പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഈ ഷഹബാസിന്റെ പിതാവ് തന്നെ ഉന്നയിച്ച സാഹചര്യം, അത് മുതിർന്ന ആളുകൾക്ക് കൂടി പങ്കുണ്ട്, അത് വളരെ ഗൗരവതരമായി തന്നെ പോലീസ് എടുക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തുടർ വാർത്തകളൊക്കെ? ജിൽസി, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു ആരോപണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്രമണം നടന്ന സമയം മുതൽ നമ്മൾ വ്യക്തമായി തന്നെ പറയുകയാണ്. കാരണം ഇത് കൂട്ടം ചേർന്നുള്ള ഒരു ആക്രമണമാണ്. 5 വിദ്യാർത്ഥികൾ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് ആ തുടക്കം മുതൽ തന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. അതുമാത്രമല്ല, ഈ ഇൻസ്റ്റഗ്രാം ചാറ്റ് ഉൾപ്പെടെ കൃത്യമായി പോലീസ് നിരീക്ഷിച്ച് വരുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം നമുക്കറിയാം, ഗ്രൂപ്പുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണം നടത്തി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ 5 വിദ്യാർത്ഥികളെയായിരുന്നു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ 5 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ, 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ഇനി പോലീസ് അന്വേഷിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം. കാരണം ഈ കുട്ടിക്ക് ഈ നെഞ്ചക്ക് എന്ന് പറയുന്ന ഈ ആയുധം, ഈ ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച നെഞ്ചക്കെന്ന ആയുധം എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ പോയതും അല്ലെങ്കിൽ ആക്രമണത്തിൽ മറ്റുള്ള കുട്ടികൾ പരിക്കുവരിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികൾ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം വ്യക്തത വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ വേറൊരു വിദ്യാർത്ഥി കൂടി ഈ ഒരു വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഈ പിതാവ് സൂചിപ്പിച്ചതുപോലെ പുറമേ നിന്നുള്ള ഒരു സഹായം ഈ വിദ്യാർത്ഥികൾ ആ ചാറ്റിലൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂട്ടത്തിൽ തല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കേസൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ തന്നെ ഈ ചാറ്റിൽ പറയുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് മനഃപൂർവ്വമാണ്, ഇവർ സ്വയം ഇവർക്ക് അറിഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള മറ്റാരെങ്കിലും ഈ വിഷയം പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടത്. അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ ഊർജിതമാകുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ കരുതുന്നത്. ജിൽസി.